ഹലോ ഗായ്സ്, ഇതൊരു പഴയ വീഡിയോ ആണ്. ഏകദേശം 1 കൊല്ലം മുമ്പേ എടുത്ത വീഡിയോ ആണിത്. ഇതാണ് ഞങ്ങളുടെ കൊല്ലംകാരുടെ സ്വന്തം പള്ളിമുക്ക്. ഇതിലേക്കൂടെ പോകുമ്പോൾ തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള നല്ല നല്ല ഫുഡുകളുടെ മണം ഇങ്ങനെ മൂക്കിലോട്ട് അടിച്ചു കയറുകയാണ്. എനിക്കാണെങ്കിൽ വീടിന് പുറത്തിറങ്ങിയാൽ പിന്നെ എപ്പോഴും വിശക്കും. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വാങ്ങിത്തരുവാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നല്ല മുരിഞ്ഞ പൊറോട്ടയും നല്ല ബീഫ് കറിയും കിട്ടുന്ന ഒരു കടയുണ്ട്, നിന്നെ അവിടെ കൊണ്ടുപോകണം. അങ്ങനെ ചേട്ടൻ എന്നെ പള്ളിമുക്കിൽ NS ജംഗ്ഷനിലുള്ള ഒരു ഉമ്മാടെ കടയിലേക്കാണ് കൊണ്ടുപോയത്. അരക്കറി കിട്ടും എന്നുള്ളതാണ് ഈ കടയുടെ പ്രത്യേകത. ചെന്ന് കയറിയപ്പോൾ തന്നെ നല്ല പൊറോട്ട അവിടെ സെറ്റായിട്ട് വരികയായിരുന്നു. മൂക്കിലേക്കാണെങ്കിൽ ആ ബീഫ് കറിയുടെ മണം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ ഒടുക്കത്തെ വിശപ്പ്. ഞാൻ പറഞ്ഞു, പിന്നെ വീഡിയോ എടുക്കാൻ ചേട്ടാ, ആദ്യം നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അകത്തേക്ക് പോയി. അങ്ങനെ ആ ഉമ്മ നമുക്ക് നല്ല മൊരിഞ്ഞ പൊറോട്ടയും നല്ല ബീഫ് കറിയൊക്കെ വിളമ്പാനായിട്ട് പോയി. എനിക്കാണെങ്കിൽ കഴിച്ചോളാൻ വയ്യാത്ത വെപ്രാളമായിരുന്നു. ഞങ്ങളാണെങ്കിൽ 2 സെറ്റ് പൊറോട്ടയും 2 അരക്കറിയാണ് ഓർഡർ ചെയ്തത്. ബീഫ് കറിയാണ് ഇങ്ങനെ വിറകടുപ്പിൽ കിടന്ന് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം ഊറും. നല്ല അത്രയ്ക്ക് ക്വാണ്ടിറ്റിയിലാണ് നമുക്കിവിടെ ഫുഡ് സെർവ് ചെയ്യുന്നത്. അരക്കറിയാണെന്ന് കണ്ടാൽ തോന്നത്തേ ഇല്ല. നല്ല രീതിയിൽ ചാറും കഷ്ണങ്ങളും ഒക്കെ നമുക്കിവിടുത്തെ ഉമ്മ ഇങ്ങനെ വിളമ്പി തരുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇങ്ങനെ കറി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വിശന്നപ്പോൾ ഞാനിങ്ങനെ പത്തിരി പച്ചയ്ക്ക് കഴിക്കാനും തുടങ്ങി. അങ്ങനെ അരക്കറി വന്നു. ഉമ്മ തന്നെ നമുക്ക് 2 പേർക്കും പ്ലേറ്റിലേക്ക് ആ കറി ഇങ്ങനെ ഒഴിച്ചു തന്നു. അധികം വന്ന ചാറ് ഞങ്ങൾക്ക് 2 പേർക്കും ഒഴിച്ചു തന്നു. പിന്നെയും ഞങ്ങൾ ചാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും അത് കൊണ്ടു തന്നു. ഒരു തട്ടുകട വൈബൊക്കെ ആസ്വദിക്കുന്നവർക്ക് ഇവിടെ വന്നാൽ നല്ല ഫുഡ് കഴിക്കാം, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കാം. ബീഫ് കറിയുടെ ചാറൊക്കെ ഇങ്ങനെ പൊറോട്ടയിൽ കുതിർന്നതിന് ശേഷം ഒന്ന് കഴിച്ചു നോക്കണം. എൻ്റെ പൊന്നോ, ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നല്ലപോലെ ആസ്വദിച്ച് കഴിച്ചു. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കടകളിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നല്ല ഫുഡും കഴിക്കാൻ കുറച്ച് പൈസയേ ആവത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചിറങ്ങാൻ നേരം ചേട്ടൻ എനിക്കൊരു മൈസൂർ പാക്കൊക്കെ വാങ്ങി തന്നു. അപ്പം ഞാൻ അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോൾ ചേച്ചിയുടെ മോൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ഐസ്ക്രീം വേണമെന്നും പറഞ്ഞ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള കടയിലേക്ക് പോയി. അവനാണെങ്കിൽ ഒരു സിപ്പപ്പ് വാങ്ങി. എനിക്കിഷ്ടപ്പെട്ട ഐസ്ക്രീം ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോയി. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.